എൻ്റെ പേര് ഇമ്രാൻ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫറാസ്. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് വേണ്ടി അവനും. ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻറ്റ്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹായ്ഡാ. എന്താടാ പെട്ടെന്ന് കാണണം പറഞ്ഞത്? എടാ, ഉമ്മാക്ക് അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ക്യാഷിന്റെ കാര്യം ആലോചിച്ചാണ് ടെൻഷൻ. ഏത് ഹോസ്പിറ്റലിലാണ്? വിറ്റിസില്. ക്യാഷിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഫറാസിൻ്റെ ഉമ്മാൻ്റെ ഓപ്പറേഷനുള്ള ക്യാഷിന് വേണ്ടി ഞാൻ അലിബായെ കാണാൻ പോയി. അലിബായ്, സുഖല്ലേ? സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ വന്ന കാര്യം പറ. ബൈ, കുറച്ച് ക്യാഷ് റൊട്ടേറ്റ് ചെയ്യാണ്ടാവോ? ഇതുപോലെ ചോദിച്ചു വന്നാണ് ഒരുത്തൻ അവിടെ കിടക്കണ കണ്ടില്ലേ? എത്ര വേണം? 50 ലക്ഷം. 50 ലക്ഷോ? വിട്, ഈ സ്ഥലം വിട്. ബൈ, കുറച്ച് അത്യാവശ്യമായിരുന്നു. നിന്റെയൊക്കെ വിചാരം എൻ്റെ കയ്യിൽ പൂത്ത കാശാണെന്നാണ്. അത് ശരിയാണ്, പക്ഷെ ചെക്കാത്തിന് കൊടുക്കാൻ ഇരിക്കല്ല ഞാനിവിടെ, മനസ്സിലായ? ബൈ, എന്നാ ശരി, ഞാൻ പോട്ടെ. നിക്ക്, ചെറിയൊരു പണിയുണ്ട്. പക്ഷെ നിന്നെ കൊണ്ട് എന്ത് പണിയാണെങ്കിലും ചെയ്യാം ബൈ. ഒരാളെ കിഡ്നാപ്പ് ചെയ്യണം, പറ്റുമോ? ബൈ, അത് വെറുതെ വേണ്ട, 1 കോടി കിട്ടും. അതിൽ 50 നിനക്കും 50 എനിക്കും. ഒരാളെ കിഡ്നാപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, ഇട്ടിട്ട് പോടേ, വെറുതെ എൻ്റെ സമയം മെനക്കെടുത്താൽ. നിന്റെ അടുത്തല്ലേ പോകാൻ പറഞ്ഞത്? ഞാനൊന്ന് ആലോചിക്കട്ടെ ബൈ. ഇന്ന് രാത്രി തന്നെ എനിക്കറിയണം, ഡീൽ ഓർ നോ ഡീൽ. പൊക്കോ. ഞാൻ വിളിക്കാം. എടാ, ഞാൻ അലീനെ കണ്ടിരുന്നു. ഏത്, ആ ബ്ലീഡ് അലിയോ? അവനൊരു ഫ്രോഡാണെന്നല്ലേ നീ പറഞ്ഞത്? അവനൊരു കാര്യം പറഞ്ഞു തന്നു. എന്താ അത്? പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഒരു വഴി പറഞ്ഞു തന്നു. നീ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയടാ. ഒരാളെ കിഡ്നാപ്പ് ചെയ്താൽ 1 കോടി കിട്ടും. അതിൽ 50 ലക്ഷം നമുക്കും 50 ലക്ഷം അവനക്കും. ഹാവ് യു ഗോൺ ഇൻസെയിൻ? എടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. 1 കോടിയാണ്. നിന്റെ വിചാരം കിഡ്നാപ്പിംഗ് അത്ര ഈസി ആണെന്നാണോ? 1 കോടി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അത് പറഞ്ഞ് ആളെ കിഡ്നാപ്പ് ചെയ്യാനാണോ നീ പറയണത്? മോനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണൂല. വേണ്ടെങ്കിൽ വേണ്ട. എത്ര കിട്ടുന്ന നീ പറഞ്ഞു? അണ്ണാ, ഡീൽ. അലിബായ് തന്നതാ. ആരാ ആള്? റാഷിദ് ഖാൻ. നോർത്ത് ഇന്ത്യൻ ആണോ? ഹാഫ് മലയാളിയാണ്. ഫാദർ ഒരു മുംബൈ വാല, മദർ മലയാളിയാണ്. ഈ 1 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ചെറിയ എമൗണ്ട് മാത്രം. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. Come out. നിങ്ങൾ ആരാ? നിങ്ങളൊക്കെ എന്തിനാ എന്നെ പിടിച്ചു? Shut up. നടക്ക്. എന്ത് പറ്റി റാഷിദ്? എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ചിയർ അപ്പ് മാൻ. Where the hell am I? Who are you guys? What do you want? ചൂടാവല്ലേ സുഹൃത്തെ, ചിൽ, എല്ലാം പറയാം. Where the hell am I? Let's say somewhere you don't want to be. Who are you guys? അത് ഇത്രയും നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. What do you want from me?
നിന്റെ അടുത്ത് കൂടുതലായിട്ടുള്ളതും ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതും നീ ഗസ് ചെയ്ത് തന്നെ ക്യാഷ്. സത്യം പറയാലോ, കടായിട്ട് വേണ്ട, വെറുതെ മതി. എന്നൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. അങ്ങനെ വഴിക്ക് വാ മോനെ ദിനേശ. ഇനി എങ്ങാനും നീ ഞങ്ങളെ പോലീസിൽ പിടിപ്പിക്കാനോ മറ്റോ ട്രൈ ചെയ്താലുണ്ടല്ലോ. അറിയാം, എന്താ അറിയാ? എൻ്റെ ശവം പോലും ബാക്കിയുണ്ടാവില്ലെന്ന്. ഇവന് ബുദ്ധിണ്ടടാ. ഞാൻ നിന്റെ മാനേജർ ഡയൽ ചെയ്ത് തരാം. അയാളോട് പറയണം ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലുണ്ട്. ഷാർപ്പ് 3 മണിക്ക് തന്നെ 1 കോടി രൂപയായിട്ട് നിന്റെ എസ്റ്റേറ്റിന്റെ ഫ്രണ്ടിൽ എത്താൻ വേണ്ടി പറയാം. ഓക്കെ? അറിയാലോ, ഞങ്ങളെ കുറിച്ച് വല്ല ക്ലൂവും കൊടുത്താ യു ആർ ഫിനിഷ്ഡ്. അറിയാം. ഹലോ, വിനു. എത്ര നേരമായടാ, അവൻ്റെ മാനേജർ പോയിട്ട് പ്യൂണ് പോലും വന്നില്ല. എടാ, മനുഷ്യന്മാരെ കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണം. ഇനി ആ മാനേജർ വല്ലതും ആ ക്യാഷായിട്ട് മുങ്ങിക്കാണോ? അല്ല, മാനേജറായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇയാളെ കാണാനില്ലല്ലോ. ഇയാളിത് എവിടെ പോയി കിടക്കണം? എൻ്റെ മനുഷ്യരായാലും കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണം. പണ്ടാരടങ്ങാൻ മാനേജർ പോയിട്ട് അയാളുടെ പ്രേതം പോലുമില്ല. നമുക്ക് അയാളെ പോയി ഒന്ന് വരട്ടിയാലോ? ശരി, വാ. എടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പണിക്കൊന്നും പോണ്ട. എടാ, പറ്റിപ്പോയി. നമുക്ക് വേഗം ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യും? ഇതതിന് നമ്മൾ ചെയ്തതൊന്നും അല്ലല്ലോ. അത് പറഞ്ഞിട്ട് സാരില്ല, ആർക്കും ഒന്നും അറിയില്ല. നമുക്ക് പോവാ, വാ. ഡാ, എണീക്ക്. എടാ, ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ നോക്കടാ. ഡാ, ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ റാഷിദ് അല്ല മരിച്ചത്. ഒരു ഡാനി എന്ന് പറയുന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. Someone had played us. എടാ, ഇത് റാഷിദിന്റെ ഫോണാണല്ലോ. ആ അലിബായി ആണ് വിളിക്കണത്. എടാ, കോൾ റെക്കോർഡിങ്ങിലിട്. സമ്മതിച്ചാളിയാ, നമ്മുടെ പാർട്ട്ണർ ഡാനി ക്ലോസ് പഴയ പിള്ളേരുടെ പേരിലും നമുക്കൊന്ന് കൂടണം. എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ ഈ തെണ്ടികൾ നമുക്കിട്ട് വെച്ചതാണല്ലേ? നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? ഡെഫിനറ്റ്ലി. എടാ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ട്. ആരാ ആള്? ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടു. റാഷിദിനെയും അലിയെയും ഒരു സ്ഥലത്തെത്തിക്കുക. എന്നിട്ട് ഒരാളെ ഗൺ പോയിന്റിൽ വെച്ച് മറ്റേയാളെ കൊണ്ട് സത്യം പറയിക്കുന്നതിന്റെ വീഡിയോ എടുക്കുക. ഇതായിരുന്നു പ്ലാൻ. അതിനുവേണ്ടി ഞങ്ങൾ റാഷിദിന്റെ ഫോണിൽ നിന്നും സിം ഊരിയെടുത്ത് വേറൊരു ഫോണിലിട്ടു. അലിബായിയുടെ രാത്രി 11 മണിക്ക് 1 കോടി രൂപ ക്യാഷായിട്ട് റാഷിദിന്റെ വെയർഹൌസിലെത്താൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് അതിൽ നിന്നും അയച്ചു. മറ്റവനവിടെ? അവൻ വരുന്നുണ്ട് ബൈ. ഓക്കെ. അലിബായിയെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നാണ് ഒന്ന് പരിചയപ്പെടാൻ പറ്റിയത്. എടാ പിള്ളേരെ, ആരോടാ നിങ്ങളുടെ കളി എന്നുള്ള വല്ല വിചാരം ഉണ്ടോ? എടാ, റാഷിദിനെ നമുക്ക് കിട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ അലിബായിക്ക് അങ്ങനെയല്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി. വിളിക്ക റാഷിദിനെ. റാഷിദ്, നമ്മുടെ വെയർ ഹൗസിലേക്ക് ഒന്ന് പെട്ടെന്ന് വാ, ഒരു ഡീല് സംസാരിക്കാനുണ്ട്. ഇവന്റെ ബോഡി ഗാർഡിനെ അവിടുന്ന് മാറ്റിക്കടത്ത് വേഗം. വെൽക്കം ബാക്ക് മിസ്റ്റർ റാഷിദ്. അബദ്ധമൊന്നും കാണിക്കില്ല ചേട്ടാ. ചങ്കിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കയറും. നിങ്ങൾ ബുദ്ധിമുട്ടണം എന്നില്ല. എന്തെങ്കിലും പറ്റിയോ? ഇല്ലടാ.
നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ എത്തും. ഓൾറെഡി 2 മർഡർ ചാർജസ് ആയി നിങ്ങളുടെ പേരിൽ. ഇനി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ. ഇമ്രാൻ, ഫറാസ്, കം ഔട്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. അതിന് നീ ബോഡി ഗാർഡ് അല്ലേ? ഐ എം ഏജന്റ് റാം, അണ്ടർ കവർ ഓഫീസർ. ഒരു അണ്ടർ കവർ ഏജന്റ് ഇവരുടെ ഗാങ്ങിലുള്ള കാര്യം ഒരു പോലീസ് ഓഫീസർ ഞങ്ങളെ നേരത്തെ വിളിച്ച് അറിയിച്ചിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ റാഷിദിന്റെ വെയർ ഹൗസിൽ പോയത്. എടാ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ട്. ആരാ ആള്? ഹലോ ഫറാസ്, ഞാനാണ് നിങ്ങളെ ഇത്രയും നേരം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഡോണ്ട് വറി, ഐ നോ ദാറ്റ് യു ഗൈസ് ആർ ഇന്നസെന്റ്. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഒരു അണ്ടർ കവർ ഏജന്റ് അലീബായുടെ കൂടെ തന്നെ ഉണ്ട്. സമ്മതിച്ചാളിയാ, നമ്മുടെ പാർട്ട്ണർ ഡാനി ക്ലോസ് പഴയ പിള്ളേരുടെ പേരിലും നമുക്കൊന്ന് കൂടണം. എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങളെ ഈ കുരുക്കിൽ നിന്നും രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ ഞാൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം. ഹോപ്പ് യു വിൽ കോപ്പറേറ്റ് വിത്ത് us. പോലീസ് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ റാഷിദിന്റെ വെയർ ഹൗസിൽ ഹിഡൻ ക്യാമറ വെച്ചിരുന്നു. അവർക്ക് ആവശ്യം റാഷിദിനെതിരെയുള്ള പ്രൂഫായിരുന്നു. ഹലോ ഡോക്ടർ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ, ഓപ്പറേഷനുള്ള ക്യാഷ് കൗണ്ടറിൽ അടച്ചിട്ടുണ്ട്. ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഹലോ. ഹലോ ഫറാസ്, ദിസ് ഇസ് റാഷിദ് ഖാൻ. ഇതോടെ എല്ലാം തീർന്നു എന്ന് കരുതണ്ട. ഐ വിൽ ബി ബാക്ക്.